ആ ഇതറിയാം എന്നെ മറ്റേ തീട്ടം പണ്ടത്തെ ഉള്ള ഇതാര് 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 ആ നിന്നെ മനസ്സിലായി. ഇവരെന്തായാലും ഇങ്ങനെയൊക്കെ ഒരുമാതിരി മറ്റേ എസ്തറ്റിക് പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് വലിയ പോയി. നീ ഇതിന് പപ്പടത്തിന് പഠിക്കുന്ന റിയൽ ലൈഫ് പപ്പടത്തിന് പഠിക്കുന്ന ഇൻസർട്ട് ചെയ്തിട്ട് ഇതൊക്കെ ആയിട്ട് വരാം. എന്റെ ബർത്ത്ഡേക്ക് ഒന്നും പപ്പടത്തിനെ പോലെ ഇല്ലടാ അവൻ. എടാ എന്റെ അതാ എങ്ങനെയായിരുന്നു മറന്നുപോയില്ല. അതാണ് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. എങ്ങനെയായിരുന്നു ബൊക്ക സ്വീകരിക്കുന്നത്? F4 എത്രയായിരുന്നു? F5. ഒന്നേ ആറാ ഞാൻ ബൊക്ക സ്വീകരിച്ചതായിട്ട് കൂട്ടുക. ഇനി അത് എല്ലാം തപ്പെടുക്കുന്ന സമയം എടുക്കും. അതുകൊണ്ട് ബുക്ക ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി എന്തിനാണ് ഇനി എന്തിനാണ് റേഡിയോ 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 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലടാ എന്റെ ഇത് വേറെ എന്റെ പണ്ടേ ഉള്ള ഡ്രസ്സാണിത്. എങ്ങനെയാണെങ്കിൽ നീ കോപ്പി അടിച്ചെന്ന് പറയണ്ടേ? എന്താ തോമസ് എന്നാ ഇപ്പൊ ആരിലൊരു സാധനം കോപ്പി അടിച്ചു കഴിഞ്ഞാൽ സിറ്റിയില് തോമസ് എന്നാണ് വിളിക്കാറ്. തോമസ് ഷെൽബി, അതായത് അവ ഷെൽബി കോപ്പി അടിച്ചല്ലേ. അപ്പൊ അങ്ങനെ ആളിനെ റേഡിയോ ഒരു മാറ്റം ഇല്ലല്ലേ? 1 2 3 4 5 6 ഇതാണ് ഇവിടത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തത്. മാറുമെന്ന് ഞാൻ കരുതി അല്ലേ? മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തില്ലെങ്കിൽ ടിവിയുടെ വെളിയിൽ പോയിരുന്നു വേറെ ഗ്യാങ്ങിന് വേണ്ടി കളിക്കാം. അത്രേ ഉള്ളൂ. ഇവൻ പോലും റേഡിയോ കറക്റ്റില്ലല്ലേ? അല്ല ഇവൻ പോലും ഇല്ല റേഡിയോയിൽ അവിടെ നിന്ന് ഉറങ്ങുന്നവൻ. വരും ഇല്ല നീ ഒന്ന് സമയം കൂടെ വന്നതല്ലേ ഉള്ളു. അതാ വന്നണ്ട ഒരാള് വന്നു ഇതേപോലെ വരും. ഇപ്പൊ ഒരുത്തൻ പോയി. ഒരുത്തൻ വന്നപ്പോ ഒരുത്തൻ റെഡി ചെയ്തു. ഏതായാലും ഡേവിഡ് വന്നു. മാഫിയ ബോബോയ് വന്നു. എല്ലാരും വരുവടാ. ഒരു 15 മിനിറ്റ് കൂടെ വരും എല്ലാരും വരും. എല്ലാവർക്കും ഒന്ന് കേറി വരാനുള്ള ടൈം കൂടെ ഒരു 10 മണി വരെ കൂടെ. ബോബോയ് കുട്ടാ ബോബോയ് ആൾക്ക് ഞാൻ മാറ്റിയാല് മുകളിലോട്ടൊക്കെ ഉണ്ട്. ആ വേഗം വീട്ടിലോട്ടോ വണ്ടർഫുൾ അത് സൂപ്പറായിരുന്നു ഇല്ലവന്. ഇന്നലെ അടികൊണ്ട് വിടാന്ന് ഇതേപോലെ ആയിരുന്നാണ് അറിഞ്ഞത്. HFന്റെ കൂടെ അടിയുണ്ടപ്പോഴേ ഇതേപോലെയാണ് കറങ്ങി വിടുന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല ഇപ്പൊ അങ്ങനെ റൂൾ ഇല്ലല്ലേടാ. അതില് പോച്ചയിടാത്ത സ്നേപ്പ് ചെയ്ത് വിടാന്ന റൂൾ ഇതില്ലല്ലേ? നീ പോച്ചയിടാത്ത ജീവിതത്തിൽ കയറിട്ടില്ലാത്ത പോലെയാണല്ലേ നീ പറയുന്നത്? അല്ല 49 ആർമർ ഉണ്ടായിരുന്നു. അപ്പൊ 1 ഷോട്ട് സ്നൈപ്പർ പ്ലസ് ഒരു 2 ബുള്ളറ്റ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വിട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് സംഭവിച്ചു. നമ്മളെ എന്നും നമുക്ക് കൊല്ലാൻ പറ്റില്ല. നമ്മള് ചില ദിവസം ചാവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊല്ലാൻ പറ്റും, കുറച്ച് ദിവസം ചാവേണ്ടി വരും. അതങ്ങനെയാണ്. കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അതിന് നീ ഇത്ര പറയണ്ട. വന്ന യാത്ര ഇവിടെ പലാറ്റൂരാണ് ഇറങ്ങിയ. ചന്ദ്രൻ വന്ന് പിക്കുന്നോണ്ട് വലിയ പാടില്ലായിരുന്നു. യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ലുക്കൊക്കെ മാറ്റിയ സൂപ്പറായിട്ടുണ്ട് കേട്ടാ. കാലം മാറുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ. അത് തന്നെ. നീ നടുവേ ഓടില്ലെങ്കിൽ ആരെങ്കിലും സത്യം ഹെയർ സ്റ്റൈല് മാറുന്നവരായ തന്ത മാറുന്ന ചന്ദ്രൻ. അല്ല ചുമ്മാ നിനക്ക് തന്തയില്ല എനിക്കറിയാം. ചുമ്മാ വരുന്നില്ലേ? എനിക്ക് തന്തയുണ്ട്. പേര് അറിയല്ല. പേര് മുട്ടുപ്പാണ്ടി. മുട്ടുപ്പാണ്ടി എല്ലാവർക്കും പോര് തന്തയാടാ. ഇതെന്തൊരു അപ്പൊ ഈ എടാ റേഡിയോ ഉള്ള നേരെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്കൊന്ന് വരേണ്ടതാണ്. സ്ട്രില്ലും ബോബോയ് ഇനി പിന്നാരാണ് അവരുള്ളത്? മൈൽസ് മോൻ. അതേത് മോൻ? സുനിമോൻ ഫ്രാഡ്. റേഡിയോയിൽ മിണ്ടാതിരിക്കുന്നു അല്ലേ വന്നിട്ട്? നിന്നെ വിളിക്കണോ? നിന്നെ ആളെ വിടണോ?
പട്ടി വന്ന് കേറുമ്പോ തന്നെ അടിയാ. നീ എവിടെ നീ വാ, 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 വാ. നീ എവിടെയായിരുന്നു മറ്റേ വേറൊരു പയ്യ ഉണ്ടല്ലോടാ. പിന്നെ ഞാൻ മണിക്കൂർ 2 ഇല്ല ഞാൻ ഓരോരുത്തരുടെ കാര്യം ചോദിക്കാം. മറ്റേ വേറൊരു പയ്യ ഉണ്ട്, കെവിൻ യേഗർ. ആ പയ്യൻ ഇവിടെ വലിയ വായ്ത്താളമാണ്. ആള് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് 24 മണിക്കൂർ സിറ്റി കയറുന്നില്ലേ, ആരും വരാത്ത എന്ത്. അവന്റെ പ്രശ്നം ഇതായിരുന്നു. ഇന്നലെ അവന്റെ അടുത്ത് സിറ്റി കയറാൻ പറഞ്ഞപ്പോ അവന് ഇന്നലെ വയ്യ. ഇന്നലെ അവൻ പുറത്ത്. ഇന്ന് അവന്റെ ജീവൻ കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ബ്രദറും കൂടി ഇവിടെ ആലുവ കടലോരത്തിരിക്കണമെന്നാണ് കിട്ടിയൊരു വിവരം. ഉടനെ വെളിയിലോട്ടാണ്. ഇന്നലെ ഒരു വാർണിംഗ് കൊടുത്തേണ്, മനസ്സിലായില്ലേ? ഉടനെ പെർമനന്റ് ആയിട്ട് പോവാം. ഉടനെ വെളിയിലോട്ടാണ്. വലിയ സമയമില്ല. ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. എന്നാണ് ഇവനെ കാണുന്നത്. സോഡിയാക് ബ്രോ ഓക്കെ, താങ്ക് യു സോ മച്ച് 500. സോഡിയാക് ബ്രോ ടേക്ക് കെയർ ബ്രേക്ക്. അല്ല ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞു. സോറിടാ, പെട്ടെന്ന് വെക്കിപ്പോയതാണ്. വരശങ്കർ ബ്രോ താങ്ക് യു ഫോർ 200 ഗൈസ്. അപ്പം സോഡിയാക് ബ്രോ കുറച്ച് ദിവസത്തേക്ക് ലൈവിലൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡിയാക് ബ്രോ ടേക്ക് യുവർ ടൈം ആൻഡ് കം ബാക്ക്. എന്തൊരു കാര്യം, എല്ലാരും വന്നിട്ട് സംസാരിക്കണോ അതോ ഇപ്പൊ സംസാരിക്കണോ, എങ്ങനെയാണ്? എല്ലാവർക്കും ഓരോ അനുഭവം വെച്ചുണ്ട്. പിന്നെ എല്ലാരും വന്നിട്ട് സംസാരിക്കണേണ് നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. എല്ലാരും വന്നിട്ട് സംസാരിക്കാനാണെങ്കിൽ എല്ലാരും വന്നിട്ട് വരാണെങ്കിൽ ഇപ്പൊ മീറ്റിംഗ് നാളത്തേക്ക് ആക്കേണ്ടി വരും. അപ്പൊ നാളെ പകുതി ഇന്ന് വന്ന 3 പേര് നാളെ കാണൂല, അതാണ് കുഴപ്പം. പിന്നെ ദാമുനെയൊക്കെ ചന്ദ്ര അലീന ഇല്ലാത്തോണ്ട് വില്ലുമോനെയൊക്കെ ചാടല് അഡ്ജസ്റ്റ് ചെയ്തത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരാര് മറ്റേ WWE അണ്ടർടേക്കറാ ബൈക്കിലൊക്കെ വന്ന് ഇറക്കാൻ. അതുപോലെയൊക്കെ കയറി വരുന്നത് വണ്ടി കൊണ്ട്. എൻട്രി ആണോ, മാസം എൻട്രി. ഒരു പയ്യത് ഇപ്പഴേ വെളിക്കിടന്ന് പിടിക്കാനായിട്ട് കൊടുത്തുണ്ടല്ലോ. ഇതാര് സ്പീഡാ? ഇത് സ്പീഡ് തന്നെ ഒന്ന് കണ്ടിട്ട് പോയി. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങി ഇവിടെ കിടന്നു. സ്പീഡ് ഇറങ്ങിപ്പോയി കളി. ഓ എന്നെ കാണാൻ വന്നു സ്പീഡ് 54. ഞാൻ ഇവിടെ കിടന്നൊക്കെ ഉറങ്ങിപ്പോയി. സ്പീഡ് മോനേടാ, നിന്റെ വിഷമൊക്കെ മാറ്റാ. നീ മൈക്കോണാക്ക്. വരുന്നുണ്ട്, ടർക്കി വരുന്നുണ്ട്. ഈ എന്നെ തിരക്കെന്നെ ഇപ്പൊ വരും. ആളിപ്പൊ പറഞ്ഞെന്തറിയാമോ, ആൾക്ക് GTA-ലോട്ട് വരാൻ താല്പര്യമില്ല. ആൾക്ക് ഒരു പരിപാടി, ഒരു ഗെയിമിനോടും ഒന്നിനോടും താല്പര്യമില്ല എന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. ആൾക്ക് ഇതിനകത്ത് ഈ പരിപാടിയില് താല്പര്യമില്ല. ആൾക്കിപ്പൊ ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് പെമ്പിള്ളേരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെമ്പിള്ളേരുടെ അക്കൗണ്ടിൽ പോയി ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച് അവളുമാരേത് തുപ്പും മേടിച്ച് വന്നിരിക്കലാണ് ജോലി. UKF കോളേജിൽ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി ഞാൻ. ഒരു കോളേജിൽ കൊണ്ടുപോയി ഒരു പരിപാടിക്ക്. അവിടെ കൊണ്ടുപോയപ്പോ അവിടെ പോയി ഒരു പെണ്ണിന്റെ പുറകെ കിടന്ന് തുപ്പി വെടുത്ത് വന്ന്. അവൾക്ക് വേറെ ആരും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വന്നു. ഇപ്പൊ ആരെന്നറിയാമോ, സെറയുടെ കൂട്ടുകാരി. സെറയുടെ കൂട്ടുകാരുടെ പുറകെ എനിക്ക് കാനഡയിൽ പോണോന്ന്. ഇന്നലെ പറയാണ് വീട്ടുകാർ സംഭവിച്ചെന്ന് പറമ്പ് വയ്ക്കാൻ പറഞ്ഞത്, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറമ്പ് വിറ്റ് പോകാൻ പോണത്. വീട്ടുകാര് ഉമ്മയുടെ പേരിലുള്ള പറമ്പ് വിറ്റോളാൻ പറഞ്ഞത് പൊക്കോളാൻ. അതുകൊണ്ട് ഞാൻ വിറ്റിട്ട് പോകാൻ പോണത്. എന്തിനു പറയടാ അണ്ണാ? പക്ഷെ എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പറയണേ അണ്ണാ, പക്ഷെ IELTS പാസ്സാവാനായിട്ട് എന്തിനു പറയാല്ലേ? ഇങ്ങനത്തെ കൊറേ പയ്യന്മാര്. ചന്ദ്ര ഫോണില്ലേ ജർമ്മനിയിലോട്ട്? അല്ല നീ എവിടെ പോണ? നീ എന്തിനു പൂഞ്ചാൻ പോണത്? നീയല്ല. ഓ ജർമ്മൻ പഠിക്കണോടാ, ജർമ്മൻ പഠിക്കണം. അതെ പറ്റൂല. നിന്റെ കാര്യം പോക്കാണ്. നീ കുറച്ചാൾ വിഷമിക്കണോടാ. ഞാൻ വിഷമിച്ചവരെ വിഷമിക്കണം. എന്റെ അഭിപ്രായം. എടാ മോനെ, എടാ ശ്രീല്ലേ, അണ്ണ അവിടെ പോണ്ട്. ഒന്ന് ഫോണൊക്കെ മാറ്റി വെക്കാം കേട്ടാ. ഇങ്ങനെ കുത്തി ഇരിക്കാതെ. അതിനകത്ത് എന്തിനു ഇത്ര നോക്കുന്നത്? അത് മനസ്സിലാവില്ല സുനിമോനെ. നിനക്കേടാ മോനെ, നിനക്കെന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ ഒരു കൊച്ചുപൈനാണ്. എന്തായിരുന്നു കൊറിയനാ? ഓ അങ്ങനെ കേട്ടോ. പറയടാ സ്പീഡ്. ഓ അത് എന്തൊരു ശബ്ദം അത്.
എന്റെ ഞാൻ വേറൊരു പയ്യനെ കുറിച്ച് ഒന്ന് തിരക്കാനും കൂടി വന്നതാണ്. ഇവിടെ മറ്റേ പപ്പടം വിനീത് എന്ന് പറഞ്ഞ പയ്യല്ലേ, ആ പയ്യനെ കാണാനില്ലേ? ഉണ്ടാ സിറ്റിയിലുണ്ടായിരുന്ന? ഇന്നലെ ആരൊക്കെ പിടിച്ച് കറക്കി. അല്ലെ സിറ്റിയിൽ വരൂലല്ലേ? സിറ്റിയിൽ വരൂലേ? അല്ല അവനെ പുറത്താക്കിയാണ് ഞാൻ, മനസ്സിലായില്ലേ? അവൻ TV-ന്ന് അവൻ പുറത്താണ്. ഞാനില്ല സിറ്റിയിലെന്ന് തർക്കി കേട്ടാ മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഞാനില്ലെന്ന്. അപ്പൊ മോനെ അപ്പൊ നീയും TV-ന്ന് പുറത്താവല്ലേ? ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയാണ്. അപ്പൊ ഫസ്റ്റ് ഇന്നത്തെ നമ്മളെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ TV-യിൽ ഏറ്റവും ഇനാക്റ്റീവ് ആകുന്നതിന്റെ പേരിൽ അതെ കുറയ്ക്കേണ്ട എണ്ണം ഇവിടെ കൂടും, TV-യെ തന്നെ കൂടുന്നത്. ഞാൻ എന്നിട്ട് കുറച്ച് പുതിയ ആൾക്കാരെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചന്ദ്ര, നമ്മളെ TV-യിലോട്ട് വരാനായിട്ട് ഭയങ്കര എന്നുവെച്ചാൽ TV-യെ ഫാമിലി എന്ന് പറഞ്ഞ് അതിനോടൊരു ആത്മാർത്ഥത വെക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ TV-യിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അവരുടെ കാര്യം. ഈ ഫിൽട്ടർ എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചിട്ട് 5 പൈസയുടെ ഗുണം ഇന്ന് അവരവര് ഫിൽട്ടറിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ടീമിന് വേണ്ടി, മനസ്സിലായില്ലേ? ഫിൽട്ടറിങ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ? ഒരു ബോഗ്, ഒരു ടർഫ്, ഒരു വാർ, ഏതേലും ഒരു സിറ്റുവേഷനിൽ ഇവൻ ഫിൽട്ടർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആള് വണ്ടി ഒട്ടിക്കണം, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വണ്ടി ഓടിച്ച് വല്ല പണയെല്ലാം കയറി ഇടിച്ച് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ വാറിന് ഉണ്ടായിരുന്ന ഫ്രാഡ്. അപ്പം എന്തോ ഭാഗ്യത്തിൽ ആ വണ്ടി ഞാൻ വേറെ വണ്ടി എടുത്തു പോയോണ്ട് ഞാൻ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന ഭാഗ്യമായിരുന്നു. വേറെ വണ്ടി എടുത്ത് നീ ആയിരുന്നല്ലേ ലാസ്റ്റ് ഉണ്ടായിരുന്നത്? ചുമ്മാ അല്ല, ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന ഞാൻ. നീ ലാസ്റ്റ് നീ ആടൊക്കെ പിന്നെ വലിയ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. കോൺഫിഡൻസ് കൊടുത്തണ്ണ ഞാൻ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ എല്ലാവർക്കും കൊടുത്ത്, നിനക്കേ ഇല്ല, അതിന്റെ ബാക്കിയുള്ളവർക്ക് നീ കൊടുത്തല്ലേ? അടിച്ചു പോണവനെ പോയി ഞാൻ പോയി പിള്ളേരെ കൊണ്ട് എന്തിനാണ് നല്ല രീതിയില് രായൻ പിള്ളേരൊക്കെ പറഞ്ഞു കളിപ്പിച്ചു. അതായത് ഗാലക്സി ഉണ്ടായ സമയത്ത് പറഞ്ഞു കളിപ്പിച്ചതൊക്കെ കേട്ടത്. ആണല്ലേ? അപ്പം ഫിൽട്ടർ റോൾ ഉടനെ അപ്പൊ മാറ്റാം. ഞാൻ റോള് വേണ്ട, ഫിൽട്ടർ എന്നുള്ള ഒരു പേരെ അവര് കൊടുക്കരുത്. നമുക്ക് ഫിൽട്ടർ മാറ്റി കഴിഞ്ഞാൽ മറ്റേ ആ പട്ടി എടുത്ത് കളയണം അതോടെ. അത് തന്നെ, അത് വേണ്ട. പിന്നെ നല്ലൊരു കോളൊക്കെ ആയിരുന്നു സ്റ്റീവ് ഒക്കെ തന്നത്. സ്റ്റീവ് എവിടെ? ആളാണ് മറ്റേ ആവേശ് കുമാർ ആണ് ആളെവിടെ? ആളായിരുന്നു ആവേശം, മനസ്സിലായ? എന്റെ അടുത്ത് സിറ്റിയിൽ കയറുന്നത് കിടന്ന് ഭയങ്കരമായിട്ട് അവൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആളുമില്ല. മറ്റേ നമ്മളെ TV-യിലോട്ട് എടുക്കാൻ വേണ്ടി ഒരാളെടുത്തല്ലേ മറ്റേ വില്ലൻ ദാസപ്പൻ ആള് പോയല്ലേ? ആള് ഒരു ദിവസത്തെ പരിചയം കൊണ്ട് പോയല്ലേ, പിന്നെ സിറ്റിയിലെ കണ്ടിട്ടില്ല ആളെ. അതങ്ങനെ ഒരാള്. പിന്നെ മെന്നിയൊക്കെ വന്ന ഓക്കെ. മെന്നിയാ സിറ്റിയിലാ? എന്നെ പൊന്നെ, ആളെ തയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരാള് വന്നെണ്ണ ഒന്നും കണ്ടുകൂടാൻ ലോഡാവാതെ കണ്ണും തപ്പി വന്നു ഇവിടെ. മക്കളെ എനിക്കൊന്നും കണ്ടുകൂടാ വന്നു. അപ്പം നീ നിന്റെ ആയിരിക്കുന്ന ചോക്കിയാ? ഉരുട്ടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓ വരുന്നു. അറിഞ്ഞില്ലേ? നിനക്ക് കൊച്ചി അടിച്ച കിട്ടി, അടിച്ചു കിട്ടി. എടാ നിനക്ക് എന്താ വയ്യേ? അത് പുതിയ പാട്ടും കൊണ്ടുവന്നു നിന്റെ അത് ബുദ്ധി ഇല്ലാത്തവന്. എന്റെ ചാലായി എടാ തന്നില്ലാത്തവനെ. ഞാൻ ബീജം പാടിക്കോളാന്ന് ഇത്തിരി മാറ്റി തരുമെന്ന് ചോദിച്ചു. മോനെടാ ഇപ്പൊ ഇച്ചിരി മാറ്റി തരുവാന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഞാൻ ഉള്ള പരിചയം കൂടി ഇല്ലാതാക്കരുത് നീ. പിന്നെ എല്ലാറ്റും നല്ലടാ. അതൊക്കെ നമുക്ക് ട്രിം ചെയ്യണ്ട, അതൊക്കെ വേറെ കളികളുണ്ട്. ഇല്ല പോവുകയാണെങ്കിൽ നിന്നെ വീട്ടിൽ ഒന്ന് അടിക്കും, സത്യമായിട്ട് അടിക്കും. നിന്റെ തലച്ചോറിന് ബുദ്ധി ഇല്ലാതെ അങ്ങനെ വന്നോളും. റേഡിയോയിലേ കയറാൻ പറ്റൂലേ? റേഡിയോ കയറാൻ പറ്റൂലേ? കേറ്
വേറൊരുത്ത വന്നിട്ട് ഇപ്പൊ കേറാതെ പോയല്ലേ തൊഴി, അതാരായിരുന്നു? പോയി ബാലൻ 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 ഫ്രാഡ്. വലിയ പാടാണ്. ഡേയ് എടാ ബോബോയ്, ആ എത്ര ആളായത് സിറ്റി കയറിയിട്ട്? എടാ ഒരു മാസം. ആ 1 മാസം. നീയേ നിന്റെ ലാസ്റ്റത്തെ വെടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിയോൺ മറ്റേ സിയോണില്ലാത്ത ഞാൻ ഗൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് 4 മറ്റേ ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയായിരുന്നു. എന്നിട്ട് എന്തിനുണ്ടായി? സ്വന്തം ടീമിൽ അടിച്ചവരല്ലേ? എന്നിട്ട് അവന്മാര് കണ്ട കൊണ്ടടിച്ച് അല്ലല്ല സ്വന്തം ടീമിൽ അടിച്ചാരായിരുന്നു? കണ്ണാപ്പി അത് ഞാനായിരുന്നു വെച്ചടിച്ചത്. സ്വന്തം ടീമിൽ അടിക്കുന്ന മരണ അടി മനസ്സിലായ? ഫ്രണ്ടിലോടി സ്വന്തം ടീമിൽ അടിയോടടി. രണ്ടുപേരും കോള് വിളിച്ചൊക്കെ പോണ് അടി- ഫ്രണ്ടിൽ അപ്പൊ പോയ എന്റെ അടുത്ത് ബോബനെ എന്റെ അടുത്ത് ചന്ദ്രൻ ഐഡിയയിൽ, ചന്ദ്രനല്ല ബോബ്, ആരാണ് നമ്മുടെ ഐഡിയയില്? നീ ഫോൺ വേടാ ഫോൺ വേടാ ഫോൺ വേടാ. ഓഹോ മാന്യൻ മാന്യൻ. കട്ട് നിന്റെ കഥ കുറച്ച് എന്റെ കൂടെ ഉള്ള എല്ലാ പട്ടികളും എനിക്ക് ചുറ്റുമുള്ളപ്പോ ഞാന് റിപ്പയർ കിറ്റ് എടുത്ത് രാവിലെ റിപ്പയർ കിറ്റ് വാങ്ങി വണ്ടിയുടെ അടിയിൽ കിടന്ന് റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവന്മാര് സേഫ് ചെയ്തോ? അവന്മാര് വന്ന് കൊന്നിട്ട് പോയി. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു, ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായി? എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാന് അവിടെ നിൽക്കുമായിരുന്നു. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അളിയാ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവന്റെ കൂടെ നീക ചെയ്തിരിക്കണം. മനസ്സിലായ? നീക ഇതാ വാടി പോലെ നിന്നത്. ഇന്നലെ അളിയൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു അണ്ണാ റീലോഡ് മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ റീഫ്രഷ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അണ്ണാ, അത് നമ്മളൊക്കെ ഏതെങ്കിലും ബട്ടർ എം അങ്ങനെയൊക്കെ അല്ലേ ഇടണേ. അളിയൻ കൊണ്ടുപോയി 6 കൊണ്ടിട്ട് അവന്മാര് വന്നപ്പോ അവന്മാര് ഗണ്ണിന് റീലോഡ് ചെയ്യാൻ പറ്റാതെ അളിയ അവിടെ നിന്ന് കൊടുത്തു. മനസ്സിലായ? എന്തൊരു പയ്യനടാ. എന്നെ അടിച്ച് പറ്റിച്ചളഞ്ഞെന്നെ. ഓ കുഴപ്പമില്ലടാ കുഴപ്പമില്ല. അത് 2 വെടിയെങ്കിലും വെച്ചേനെ. അല്ല ചന്ദ്ര, അത് കുഴപ്പമില്ല ചന്ദ്ര. ഇന്ന് ലാസ്റ്റ് വാറേണ്ടത് കുഴപ്പമില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ നിങ്ങള് കൊറേ ആളായിട്ടല്ലേ കളിച്ചിട്ടെന്നൊക്കെ കൊറേ ആളായില്ലേ. അത് കുഴപ്പമില്ലടാ, അത് സീനൊന്നുമില്ല. നിങ്ങള് ട്രൈ നല്ലോണം. കുറവുണ്ടായിരുന്നല്ലേ ബോബ്? നമ്മുടെ കുറവുണ്ടായിരുന്നു. എടാ ഞാൻ ഇപ്പൊ റെഡിയാവും. നിങ്ങൾ വന്നിട്ട് എന്താണ് ഒരു ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ്? നമ്മൾ ടി വിക്ക് നല്ലതെന്ന് പറയാനായിട്ട് നിങ്ങൾ വന്നിട്ട് എന്താണുള്ളത്? ഒരു ടി വി കുറച്ചുകൂടി മുകളിലോട്ട് ലെവലിലോട്ട് ആയി എന്ന് പറയാനായിട്ട് എന്തുണ്ട്? ഇനി അങ്ങോട്ട് ഫുൾ മോളിലോട്ടാണ് ടി വി. അതെ, ഏറെ കയറുന്നല്ലേ ചോദിച്ചത്, അല്ലാതെ എല്ലാ ദിവസം കണ്ണാ പേരും നാലഞ്ചെണ്ണത്തിന് ബാൻ വാങ്ങിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വരും. എന്നിട്ട് 10-20 ദിവസമൊക്കെ ഇവൻ വാങ്ങിക്കും. അവന് 4-5 ദിവസവും ഈ തെണ്ടി കൊടുത്തണ്ടാ ബാൻ അടിച്ചു കൊടുത്തത്. എന്നിട്ട് നീ സിറ്റി കയറാതെ പറഞ്ഞ എനിക്കൊരു 20 ദിവസം വരാൻ പറ്റില്ല. എന്തൊരു പറയാൻ. ഇല്ല 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 ഇപ്പൊ ഒരു സഹായവും ഇല്ല. നമ്മളെ പരിപാടികൾ മാത്രം. മനസ്സിലായ? ഇവിടെ വേറെ ആരെ സഹായിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റൂല സ്പീഡ്. സത്യം. അത് ശരി. അതല്ല നിന്റെ അടുത്ത് നീ സംസാരിക്കില്ല കേട്ടാ. നീ മറ്റേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിപ്പോവും. ഇവണ്ടല്ലോ എല്ലാ വള്ളിയിലും ഇവൻ മറ്റേ അടിക്കാണോ അടിക്കാന്നൊക്കെ പറഞ്ഞ മറ്റേ എൻകറേജ് ചെയ്ത് വിട്ടുന്ന ആളാണ്. ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കണ്ട. അണ്ണ അറിഞ്ഞ അണ്ണ പറ എത്തഞ്ചിലെ 4 പേരെ കണ്ണാക്കിൽ അടിച്ചിട്ടൊക്കെ ഭയങ്കര മെസ്സായാണ്. കണ്ട് തിരിഞ്ഞിരുന്നവരെ അടിച്ചിട്ട് മറ്റേ 10 രൂപയുടെ വെടിയും 100 രൂപയുടെ വർക്കും ചെയ്ത് ഞാൻ കണ്ടു. ചുമ്മാ 50 ഒന്ന് ഓവർ കോൺഫിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാറേ ആദ്യം ചെയ്യാം. കഴിഞ്ഞ വാറിൽ എങ്ങനെ എത്തത്? വണ്ടി ഇടിച്ചെത്താ? എടാ നീ എന്തൊരു മനുഷ്യനടാ നീയൊക്കെ. നിന്റെയൊക്കെ എയിം എന്തൊരു സ്നൈപ്പർ വെച്ചിട്ട് സ്വന്തം ടീമിനൊക്കെയാണ് ആടാ എയിം ചെയ്യുന്നത്. നിനക്കത് കണ്ണ് കണ്ടൂടെ? ഫസ്റ്റ് ഞാൻ സ്കോപ്പ് ചെയ്ത് അടിച്ചോണ്ടിരിക്കുക. ഈ 50 അവിടെ ഫ്രണ്ടിൽ കൊണ്ട് ചന്തി കൊണ്ട് വന്ന്. അപ്പൊ ഞാൻ നല്ലൊരു കാര്യം. കഴിഞ്ഞ വാറില് ഇന്ന് എന്റെ അടുത്ത് 50 വിഷമം പറയാം. അണ്ണാ 50 എന്റെ ചന്തിയിൽ അടിച്ചാണ്
ചന്തിയിൽ അടിച്ചെണ്ണ അതുകൊണ്ടാണ് ഞാൻ ഡൗൺ ആയത്. KSEB നമ്മളെ വട്ടത്തിൽ പണ്ണുമായിരുന്നു എല്ലാരും എടുത്തിട്ട്. എന്റെ പേടി അതാണ് കേട്ടാ. മറ്റേ ഇനി എന്റെ ഒരു പേടി അതാണ്. അടുത്ത ഇൻവെർട്ടർ വെച്ചിട്ട് എന്നെ കൊണ്ടുപോകും വേറെ. അത് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. എന്റെ ഇൻവെർട്ടർ ഉണ്ട്, താമസിക്കണ്ട. ആ കലിപ്പ് എന്തൊരു പപ്പൂനെ അടിച്ചു വന്നു സംഭവം. ഞാൻ കാര്യം പറഞ്ഞതാണ്. എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പപ്പു വന്നതേ ഉള്ളു. ഒതുക്കില് വന്നങ്ങാണ് ഇറങ്ങിയത്. അവിടെ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പിള്ളേരൊക്കെ ഓടിക്കോ. അത് റീലോഡായി. ഔട്ട്ഫിറ്റ് മെനു ഓൺലി നീ എണീര് അവൻ കൊണ്ടുപോകുന്നു. സുരജത്ത ഓ ഇതാര് സൈക്കിളിലൊക്കെ ഇത് ആരെ നോക്ക്. സിനിമ ചത്ത് എന്തിനു പറ്റിയത്? ഒരുതിനെ കൊന്ന് അമ്മാരെ ഒന്ന് നിർത്തമ്പാരെ ആ സീനായിരുന്നു. അല്ലേ എടേ അമ്മാരതൊന്ന് സ്റ്റോപ്പാക്കമ്പാൻ ആ സീനായിരുന്നു. ഡേ അപ്പം എല്ലാരും എത്തിയാ? അപ്പൊ ഇനി എന്താണ് കാര്യം പറഞ്ഞ കാര്യം കണ്ടിന്യൂ ചെയ്തോ? അപ്പം മുതുക്കില് നിന്നപ്പോ ഇവന്മാര് വാഗോസ് മോപ്പായിട്ട് എന്തോ സിറ്റുവേഷൻ നിൽക്കായിരുന്നു അണ്ണ. അന്ന് ഇവനെ വന്ന് ഇടിച്ചങ്ങ് ഇട്ട് ഇവ എന്നിട്ട് ചൊറിയായിരുന്നു. ലൈക്ക് വന്ന് ഇടിച്ചിട്ടിട്ട് എടാ നീ നല്ല സിറ്റുവേഷൻ. ആ പപ്പടത്തിന് ചൊറിഞ്ഞ് എടാ ബാക്കി എന്തൊരു വില്ലുമോനെ പറ. നീ എല്ലാം ഉണ്ടായിരുന്നു സിറ്റുവേഷൻ. ചെറിയ വണ്ടിയിലെ മറ്റൊരു ചെറിയ വണ്ടിന്റെ അപ്പൊ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഇവന്മാരെ വാഗോസിന്റെ വണ്ടി വന്ന് ചെറുതായിട്ട് ബാക്കിൽ ഒന്ന് ഇടിച്ചപ്പോ പപ്പ അങ്ങ് തെറിച്ചു പോയി. അത് കഴിഞ്ഞ് പപ്പ അവിടെ അടുത്ത് ചോദിക്കാൻ വന്നപ്പോ പിന്നെ അവിടെ സംസാരം കൊണായി. അപ്പോഴേക്ക് ഇടയ്ക്ക് കയറി വന്ന് വേറൊരു വണ്ടി ഇടിച്ചപ്പോ നമ്മളെല്ലാരും തെറിച്ചു പോയി. എന്നിട്ട് വാഗോസിന് വണ്ടി അവര് ഗാങ് സൈഡ് പോയി. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ റേഡിയോയിൽ ഇങ്ങനെ വേളായി ചൊറിയായി ഞാൻ റേഡിയോ കിടന്ന് വിളിക്കുക. ലൈക്ക് ഇവിടെ എന്തുവാണ് ഞാൻ വന്നിട്ട് പോവാം. ഞാനും സുനിമോനൊക്കെ വേറെ സ്ഥലത്ത് നിൽക്കുകയാണ് വേറെ ഇതായിട്ട് മനസ്സിലായ. അപ്പം നമ്മള് അവിടുന്ന് ഇവനെ വിളിച്ചിട്ട് ഒരാടെ നമ്മള് വന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പപ്പ ഒന്നും കേൾക്കണല്ലാണ്. വേറെ വണ്ടി എടുത്ത് ദാമുനെ വിളിച്ച് അവന്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. ഞാൻ വന്നിട്ട് ഇവനെ തിരക്കണ്. ഞാൻ മുതുക്കില് തിരക്കണാണ് പപ്പോടെ എന്ന് പറഞ്ഞു. ഇവൻ റേഡിയോ ഒരു കോളാണ് അവന്മാരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിൽക്കണമെന്ന് കേട്ട്. രണ്ടാമത്തെ കോളെന്ന് പറഞ്ഞാൽ ഇവൻ ചാവെന്നാണ് കോള് കേൾക്കുന്നത്. എനിക്കങ്ങ് ഒരുമാതിരിയായി മനസ്സിലായി. നമ്മള് വിളിച്ചിട്ട് എന്താ കാര്യം എന്താ സിറ്റുവേഷൻ പോലും പറയണ എടുത്തു ചാടി ചെയ്തപ്പോ പെട്ടെന്ന് ഗുലാനും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഗുലാൻ പറയടാ നിന്റെ കോൾ ലീഡർ അല്ലടാ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്ന കേൾക്കാൻ പറ്റൂലടാന്നൊക്കെ പറഞ്ഞു ചത്ത് എണീച്ച് വന്നപ്പോ സംസാരിച്ചു മനസ്സിലായി. അത് കഴിഞ്ഞ ശേഷം ഒന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവന്മാര് അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടാണ് അവൻ ചെന്നത്. അവിടെ എന്തിനാണ് ഇടിച്ചെന്ന് ചോദിക്കാൻ മാനിയായിട്ടാണ് അവൻ വന്ന് ചോദിച്ചത്. എന്താണ് ഇവന്മാര് ആദ്യം കിളത്തി നമ്മളെ ഡ്രസ് കണ്ടിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ലേ ഏത് ഗ്യാങ് അങ്ങനത്തെ ഉള്ള ടോക്കായിരുന്നു ഇവന്മാരെ അടിച്ചത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏതാണ് ടീം അതേതായിരുന്നു? അപ്പം മറ്റേ ഇവന്മാരില്ലേ വാഗോസ് അല്ലേ? അപ്പം അവരടുത്ത് സംസാരിക്കണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാര് ഇടിച്ചങ്ങ് ഇട്ട് കൊന്നു കളഞ്ഞിട്ട് കൊന്നു കളഞ്ഞ ശേഷം വന്നിട്ട് വണ്ടി ഇടിച്ചാണോ വന്നത്? അല്ലല്ല കൈ കൊണ്ട് ഇടിച്ച് കൊന്നവനെ. എവിടെ വെച്ചാണ് കൊന്ന? ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെച്ചാ? ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെച്ച്. നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് എന്തിനു പോയത്? അതെന്നെ പറഞ്ഞ എന്തിനു പോയെന്നുള്ള രീതിയില് മനസ്സിലായില്ല. ചോദിക്കാൻ വേണ്ടിട്ടാണ് പോയത്. മാനിയായിട്ടാണ് പോയത്. ആള് വെടിവെക്കാനൊന്നും അല്ല. ഇടിച്ചിട്ടിട്ട് അവന്മാര് വണ്ടി എടുത്തോണ്ട് പോയോണ്ട് ഇവൻ എന്ത് ചെയ്ത് ദാമുനെ വിളിച്ചങ്ങ് കേറിയിട്ട് അവന്മാര് ഇടിച്ചെടുത്ത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആള് അവിടെ ചെന്ന് നടന്ന് ചെന്നിട്ട് കാര്യം ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഏത് ഡ്രസ് എന്നൊക്കെ പറഞ്ഞ അവന്മാര് കോണം ചെയ്തത് ഏത് ഗ്യാങ് കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ സംസാരമായി. അതിന്റെ ഇടയിൽ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ആരോ പിന്നെ ഇടിച്ചങ്ങ് കൊന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് കൊന്ന ശേഷമാണ് ഇവന്മാര് മറ്റേ സംഭവം ഇട്ടത്. ഏത് ഇവിടെ ലീവ് ചെയ്യണ ഏരിയയിൽ നിന്ന് നമ്മളൊരാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇട്ടിട്ട് വേണം നമ്മൾ ലീവ് ചെയ്തില്ലെങ്കിൽ വേണം ആൾക്കാരെ കൊല്ലാനുള്ളത്. ഇവന്മാര് കൊന്ന ശേഷമാണ് അത് എടുത്തിട്ടത് മനസ്സിലായ. ഇതെല്ലാം കണ്ടോണ്ട് ദാമു വന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കണേ നമ്മളെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ
നമ്മളടുത്തൊന്നും ചോദിക്കാതെ ഇവിടെ ഞാൻ ഇരിക്കുന്നത് ചെയ്യണം അണ്ണാ ചെയ്യട്ടെ ഇവന്മാര് വന്ന് ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യട്ടെ അണ്ണാ ഞാൻ ഗ്യാങ്സിൽ ഒന്നും പറയാതെ നേരെ അവൻ ചെന്ന് ഗ്യാങ്സിൽ പോയി അത് തെറ്റ് തന്നെയാണ്. അമ്മമാരെ ഗ്യാങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂലല്ലോ അമ്മമാരെ അടിച്ചിടും. മനസ്സിലായി. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വാണിംഗ് ഫയർ ഒന്നും കൊടുക്കാതെയാണ് അവനെ കൊന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളെ ഈ ഗ്യാങ് അത് ഈ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് അവന് ഗ്യാങ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞ് ബ്രോ നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ മാന്യമായിട്ടാണ് സംസാരിച്ചത് എന്റെ അടുത്ത്. എന്ത് പറ്റിയെന്ന് ചോദിക്കാം. നമുക്ക് വാറാക്കണമല്ലോ. എന്താണ് ഉണ്ടായത് നമ്മൾ പറയാം. അപ്പൊ ഞാൻ നമ്മളെല്ലാരും എടാ മീറ്റിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ടുള്ളവരോ തീട്ടങ്ങളൊന്നും വരണ്ട. ഓക്കെ അപ്പൊ നമുക്ക് സ്പീഡ് നിങ്ങളെല്ലാരും ഡ്രസ് മാറും. എല്ലാ ഡ്രസ്സ് മാറും. എല്ലാ ഡ്രസ്സ് മാറും. ഞാൻ ഡ്രസ് ഇട്ടേരാ. എടാ അടുത്ത ബാൻ വാങ്ങിച്ചാരാ. ഒന്ന് മാറ്റുമോ? ഒന്നാ പാട്ടൊന്ന് ഓഫാക്കടാ. നിനക്ക് സുഖാണോ? അതെ 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 സുഖമാണെന്ന് അറിഞ്ഞു ഇന്നലെ. വരും വരും വരും. ആദ്യം നമുക്ക് സംസാരിക്കാം അവരുടെ. എടാ ആദ്യം നമുക്ക് സംസാരിക്കാം അവരടുത്ത്. മനസ്സിലായില്ലേ? ഇത്ര ഉള്ളവര് വന്നത് ഉള്ളവര് വെച്ചിട്ട് ആദ്യം പോവാം. വെയിറ്റ് സംസാരിച്ചിട്ട് എന്താണെന്ന് നോക്കാം. എനിക്ക് മാറ്റണം. ഞാൻ വരും. ഡ്രസ് മാറിട്ട് ഇവനും മാറ്റണ്ടേ അവനോടോ? നമ്പർ പ്ലേറ്റ് ഉണ്ടോ അണ്ണാ? ഏത് വള്ളിയല്ലേ ഇപ്പൊ? വെറും വളിയാണ്. നീയൊക്കെ ഉള്ള കാര്യം പറയല്ലേ. നീ വിളിച്ചിട്ട് പറ എവിടെ ഉണ്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ?